വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ സൂപ്പർ കപ്പിന്റെ ആ ഒരു തോൽവിയിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ തിരിച്ച് പുതിയൊരു ദിവസം എല്ലാവരും ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി കഴിഞ്ഞ വീഡിയോയിൽ ഇത്തിരി ഓവർ റിയാക്ട് ചെയ്ത പോലെയാണ് എനിക്കിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അതിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞില്ലേ, ലിറ്ററലി കളി കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ക്യാമറ തുറന്ന് ഫുൾ ഫ്രസ്ട്രേഷൻ ആ ഒരു വീഡിയോയിൽ തീർത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനിയൊരു നല്ല നാളെ ഈ ക്ലബിന് ഉണ്ടാവും എന്ന് പറയാൻ മാത്രം മണ്ടനൊന്നും അല്ല ഞാൻ. കാരണം ഇന്നലെ വന്ന വാർത്തകൾ നമുക്കറിയാം, ISL തന്നെ നടത്താനുള്ള കൊമേഴ്ഷ്യൽ റൈറ്റ്സിനുള്ള പുതിയൊരു ഓണറിനെ ഇതുവരെ AFFന് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ധൈര്യത്തിൽ നിങ്ങളോട് വന്നിരുന്ന് പറയും നല്ലൊരു നാളേക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും നമ്മുടെ സൂപ്പർ കപ്പ് ജേർണി ഇവിടെ അവസാനിച്ച സ്ഥിതിക്ക് ഇനി ഒരു ഫോർമാലിറ്റി കൂടെ ബാക്കിയുണ്ട്. അത് നമ്മുടെ ഈ വീഡിയോ ആണ്. ദ 5 things we learned after Kerala Blasters crashed out of the Super Cup. ശരിക്കും അങ്ങനെ തന്നെ പറയണമല്ലേ, ആ കളി ജയിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ തുടങ്ങി, ഒടുവിലൊരു ഡ്രോ എങ്കിലും പിടിച്ചാൽ മതി എന്നായി. അവസാനം പാളം തെറ്റിയ ട്രെയിൻ പോലെ ക്രാഷായി. ഈ തോൽവിയിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഈ പ്രശ്നങ്ങളൊന്നും വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ ക്ലബിനെ ബോധർ ചെയ്യുന്ന കാര്യങ്ങളല്ല. കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും തിരിച്ചു വന്ന് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം ആർക്കും തെറ്റുപറ്റാം, രണ്ടാമതും തെറ്റുപറ്റിയാൽ വിധിയെന്ന് കരുതാം, മൂന്നാമതും പഴച്ചാൽ എന്ത് ചെയ്യും? കൂടുതൽ കാര്യം പറഞ്ഞ് ഞാൻ എന്തായാലും ഓവറാക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അപ്പോൾ ഒട്ടും സമയം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആക്ച്വലി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആ ഫത്തോർദ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്താണ് ഗൈസ്? ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന രീതിക്ക് ഫത്തോർദയും ഞാനും തമ്മിൽ അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ല. പക്ഷെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്നാലും ആ പ്ലേയിങ് സർഫസിന്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടില്ലേ? ഇതൊരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. ആ പ്ലേയിങ് കണ്ടീഷനിൽ കളിച്ചത് കൊണ്ടല്ല നമ്മൾ കളി തോറ്റത്. പക്ഷെ എന്നാലും ഇന്ത്യനെ ഏഷ്യയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്ലബിന്റെ ഹോം ഗ്രൗണ്ട് അല്ലേ ഇത്? അതിന്റെ പ്ലേയിങ് സർഫസ് ഇത്ര ദുരന്തം. ഒരുമാതിരി നമ്മുടെ നാട്ടിലെ പാടത്തൊക്കെ കളിക്കില്ലേ, അമ്മാതിരി വൈബ്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ അതൊരു കാരണമായിട്ടൊന്നും ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല. പക്ഷെ ആ ഒരു പ്ലേയിങ് സർഫസിന്റെ കണ്ടീഷൻ കണ്ടപ്പോൾ ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് ഓർത്ത് എനിക്ക് വല്ലാത്തൊരു ദാരിദ്ര്യം ഫീലിംഗ് ആണ് അടിച്ചത്. ടെക്നിക്കലി ഈ ഒരു ഗ്രൗണ്ടിലായിരിക്കുമല്ലോ ഫൈനലും ഒക്കെ നടക്കാൻ പോകുന്നത്. അവസ്ഥ തന്നെ. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഹുവാൻ റോഡ്രിഗേസിനെ കുറിച്ചാണ്. അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. കാരണം ഈ ടൂർണമെന്റിന്റെ ആദ്യത്തെ മത്സരത്തിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു, ഹുവാൻ അത്രത്തോളം ടെസ്റ്റഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു അസിസ്റ്റ് എടുത്ത് മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ. അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പൊസിഷനിൽ ഒരു ഫോറിൻ സെന്റർ ബാക്ക് നമുക്ക് എത്രത്തോളം ക്രൂഷ്യൽ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റീഷനിൽ ഒരു ത്രൂ ഔട്ട് കൺസിസ്റ്റന്റ് പെർഫോമൻസുകൾ നൽകാതെ ആ ഒരു സൈനിങ്ങിനെ ഹൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇപ്പൊ 3 മത്സരങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഹുവാൻ ആക്ച്വലി ഒരു മിസ്റ്റേക്ക് പോലും വരുത്തിയിട്ടില്ല. ഒരു കാര്യത്തിൽ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന സംശയം ചില സിറ്റുവേഷനുകളിൽ ഹുവാൻ റിയാക്ട് ചെയ്യാൻ ഇത്തിരി സ്ലോ ആണോ എന്നുള്ളതായിരുന്നു. പക്ഷെ മുംബൈ സിറ്റിക്കെതിരെ ഹുവാന്റെ ആ ഒരു ഡിഫെൻസീവ് അവയർനെസ്സും ആ ഒരു ഡേഞ്ചറിനെ സെൻസ് ചെയ്യാനുള്ള എബിലിറ്റിയും തീർച്ചയായിട്ടും നമ്മൾ വളരെ നല്ലൊരു ലെവലിൽ തന്നെ കണ്ടു. ഈ 3 മത്സരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹുവാൻ തീർച്ചയായിട്ടും ഒരു മോഡേൺ സെന്റർ ബാക്കിൽ നിന്ന് ആവശ്യമുള്ള എല്ലാ ക്വാളിറ്റികളും കാണിച്ചിട്ടുണ്ട്. നല്ലോണം ബോൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എതിരാളികളുടെ ഓപ്പോസിഷനിൽ സെറ്റ് പീസുകളിൽ ഒരു കോൺസ്റ്റന്റ് ത്രെറ്റ് ആണ്. ഇനി ഈവൻ പ്രഷർ സിറ്റുവേഷനുകളിലും തന്റെ കമ്പോഷർ വിടാതെ ഒരു മെജോറിറ്റി ഓഫ് ദ ഗെയിം മുംബൈ സിറ്റിക്കെതിരെ പുള്ളി കളിച്ചു. അതുകൊണ്ട് തന്നെ ഈ വർഷം നമ്മൾ നടത്തിയിരിക്കുന്ന ഫോറിൻ സൈനിങ്ങുകളിൽ ഒബിയറ്റയ്ക്കൊപ്പം ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തേക്കുന്ന പ്ലെയർ ഹുവാൻ തന്നെയാണ്. ഫോറിൻ സൈനിങ്സിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അടുത്ത പോയിന്റും. ഈ ഒരു സീസണിന് മുന്നോടിയായിട്ട് നമ്മളുടെ ടീമിലേക്ക് വന്ന 3 പ്ലെയേഴ്സ്, ഒബിയറ്റ, ടിയാഗോ, ഹുവാൻ, ഇവർ 3 പേരിലും കാറ്റലയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് കാറ്റലയ്ക്ക് നേരിട്ട് വേണ്ട പ്ലെയേഴ്സ് എന്ന രീതിയിലാണ് ഇവർ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ നമ്മൾ സ്റ്റാറയുടെ കാര്യത്തിൽ കണ്ടതാണ്. പുള്ളി ഇവിടെ മാനേജറായിട്ട് വരുന്നതിന് മുമ്പേ ഫോറിൻ കോട്ടയൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ലഗത്തോർ പിന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മുടെ ക്ലബിലേക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്നാൽ ഈ ഒരു സിറ്റുവേഷൻ അല്ല ഈ സീസണ് മുന്നോടിയായിട്ടുള്ളത്. കാറ്റലയ്ക്ക് വരുന്ന പ്ലെയേഴ്സിനെ കുറിച്ചും അവരുടെ പ്രൊഫൈലിനെ കുറിച്ചും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. പുള്ളിയുടെയും ഒരു ഗ്രീൻ സിഗ്നൽ ഇല്ലാതെ അല്ല ഈ സൈനിങ്ങുകൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ഒബിയറ്റയുടെയും ഹുവാന്റെയും കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ ടിയാഗോയും നല്ലൊരു സൈനിങ് ആണെന്നുള്ള സൈൻസ് തന്നെയാണ് പുള്ളി കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന വേറെ 2 ഫോറിൻ താരങ്ങളുണ്ട്. ദൂഷാൻ ലഗത്തോറും നോവ സദോയും. ഈ സൂപ്പർ കപ്പിലെ ഇവരുടെ പെർഫോമൻസിന് ശേഷം
അവരുടെ ലോങ് ടേം ഫ്യൂച്ചർ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്രത്തോളം സെക്യൂർ ആണെന്ന് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലഗത്തോറിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ലോങ് ടേമിൽ ഈ ഒരു സൈനിങ് നമ്മുടെ ക്ലബ്ബിൽ സക്സസ്ഫുൾ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്കെതിരെയുള്ള ആ ഒരു പെർഫോമൻസ് ചെറിയൊരു പോസിറ്റീവ് ആയിരുന്നെങ്കിലും വീണ്ടും മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരം വന്നപ്പോൾ പുള്ളിയുടെ വീക്ക്നെസ്സുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പോസ്ഡ് ആയിരുന്നു. ഒരു മിസ്റ്റേക്ക് ഡയറക്ട്ലി പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ആ വീക്ക്നെസ്സുകളൊക്കെ എല്ലാവർക്കും ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിച്ചിൽ. ഇനി നോവയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കോച്ചിന്റെ കീഴിൽ എത്രത്തോളം നോവയ്ക്ക് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കാനാവുമെന്നൊരു വലിയ സംശയമാണ്. കാരണം നോവയെ നമുക്കറിയാം കൂടുതലും ഡിഫെൻസീവ് റെസ്പോൺസിബിലിറ്റികൾ എൻജോയ് ചെയ്യാത്ത, കൂടുതലും ട്രാക്ക് ബാക്ക് ചെയ്യാത്ത ഒരു കംപ്ലീറ്റ് അറ്റാക്കിംഗ് ഫിലോസഫി ഉള്ള ഒരു പ്ലെയർ ആണ് നോവ. അതുകൊണ്ട് തന്നെ ഒരു ടീമിൽ നോവയ്ക്ക് അത്രത്തോളം ഷൈൻ ചെയ്യണമെങ്കിൽ ചില സാക്രിഫൈസുകൾ നമ്മൾ നടത്തേണ്ടി വരും. ഈ പ്ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ പ്ലെയറിന്റെ ആ ഒരു വർക്ക് റേറ്റിനെ ജസ്റ്റിഫൈ ചെയ്യാനും നമ്മൾ വേറെ പല ഏരിയകളിൽ നമ്മൾ ചെറിയ സാക്രിഫൈസുകൾ ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, നമ്മുടെ ടീമിലെ നിലവിലുള്ള അറ്റാക്കിംഗ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും നോവ അതിൽ ഏറ്റവും മികച്ച ഓപ്ഷനും അല്ല. നൗ എനിക്കറിയാം നോവയെ നോവയാക്കുന്ന ഒരുപാട് ക്വാളിറ്റികൾ പുള്ളിയുടെ ഉണ്ട്. ഒറ്റയ്ക്കൊരു മത്സരം ജയിപ്പിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ISL സീസണിൽ തുടക്കത്തിൽ കുറച്ച് മത്സരങ്ങളിൽ നമ്മൾ അത് വളരെ ക്ലിയർ ആയിട്ട് കണ്ടതാണ്. ആ നോവയുടെ പെർഫോമൻസുകളും അത്രത്തോളം എനർജി ഈ ടീമിലേക്ക് കൊണ്ടുവന്നു. ഒരുപക്ഷെ ആരും കളിക്കാത്ത പല മത്സരങ്ങളിലും നോവ എന്നുള്ള ഒരു എക്സ് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ജയിച്ചിട്ടുണ്ട്, നമ്മൾ ഡ്രോ പിടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥകളുണ്ട്. പക്ഷെ ആ സീസൺ പ്രോഗ്രസ് ചെയ്തപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇത് നോവയുടെ ഇഷ്യൂ ഭയങ്കര ക്ലിയർ ആയിട്ട് ചർച്ച ചെയ്തതാണ്. നോവ നമ്മളെ ഒരുപാട് ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയർ ആണ്. കാരണം നമുക്കറിയാം നോവയുടെ എബിലിറ്റി എത്രത്തോളം നല്ലതാണെന്ന്, എത്രത്തോളം ഇൻഡിവിജ്വൽ ക്വാളിറ്റി നോവയ്ക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ നോവയുടെ ഡിസിഷൻ മേക്കിംഗ്, പാസ് ചെയ്യാനുള്ള മടി, നമ്മുടെ ടീംമേറ്റ്സ് തന്നെ നല്ല പൊസിഷനിൽ ഉണ്ടെങ്കിലും നോവ അവിടെ കാണിക്കുന്ന ഒരു മടി, ഒറ്റയ്ക്ക് ആൾക്കാരെ ടേക്ക് ഓൺ ചെയ്യാൻ നോക്കും, ഒറ്റയ്ക്ക് ഷോട്ടുകൾ അറ്റൻഡ് ചെയ്യും. നമ്മൾ പണ്ട് ചർച്ച ചെയ്ത പോലെ തന്നെ ഇങ്ങനത്തെ പ്രൊഫൈലിലുള്ള പ്ലേയേഴ്സിൽ വരുന്ന ഒരു ക്വാളിറ്റി ആണത്. അവരെപ്പോഴും അവർ ബെസ്റ്റ് ആണ്, അവരുടെ കോൺഫിഡൻസ് എപ്പോഴും നമുക്ക് ഭയങ്കര വിസിബിൾ ആണ്, ചാൻസസ് ഒറ്റയ്ക്ക് എടുക്കാനൊക്കെ നോക്കും. പക്ഷെ പല സമയങ്ങളിലും അത് ടീമിന് വിപരീത ഗുണമാണ് ചെയ്യാറ്. എന്തായാലും ഈ രണ്ട് പ്ലേയേഴ്സിന്റെയും ഫ്യൂച്ചർ കേരള ബ്ലാസ്റ്റേഴ്സിൽ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കൊരു ക്വാളിറ്റി ഫോറിൻ DM അല്ലെങ്കിൽ ക്വാളിറ്റി ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഈ ഒരു ക്ലബിലേക്ക് വരണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരിൽ ഒരാളെ നമ്മൾ എന്തായാലും സാക്രിഫൈസ് ചെയ്യണം. തീർച്ചയായിട്ടും ISL 4 ഫോറിനേഴ്സിനെ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അതിലൊരു സെൻറ്റർ ബാക്ക് ഒരു DM മസ്റ്റ് ആണ്. ഒരു സെൻറ്റർ ഫോർവേഡും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ആ ഓപ്ഷനിലേക്ക് കളിക്കാനാണ് നമുക്ക് ലൂണ ഉണ്ട്, ടിയാഗോ ഉണ്ട്, നോവ ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ഈ ഒരു ബാലൻസ് നമ്മുടെ ടീമിൽ കൊണ്ടുവരിക എന്ന് നമ്മൾ കണ്ടറിയണം. അതൊരു വലിയ ചാലഞ്ച് തന്നെയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സൈനിങ്സിന്റെ ലോങ് ടേം ഫ്യൂച്ചറിന് മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നം സൂപ്പർ കപ്പിന് ശേഷം വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ISLന്റെ തുടക്കത്തിനെ കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ഒരുപക്ഷെ എന്തായാലും ഒരു ജാനുവരി ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരാൻ സാധ്യതയുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം ഇവരുടെ ഫ്യൂച്ചർ ഈ ക്ലബിൽ എന്താണെന്ന്. ഇനി എനിക്ക് പറയാനുള്ള ഡേവിഡ് കാറ്റലെ കുറിച്ചാണ്. ഈ മത്സരത്തിൽ ഉടനീളം നമ്മൾ കുറെ വിഷ്വൽസ് കണ്ടു. കാറ്റല കുപ്പി ചവിട്ടി പൊട്ടിക്കുന്നു, സാധനങ്ങൾ വലിച്ചെറിയുന്നു, തലയിൽ കൈവയ്ക്കുന്നു, എല്ലാം അണ്ടർസ്റ്റാൻഡബിൾ. ഒരു കോച്ചായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്കുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ വളരെ എവിഡന്റ് ആണ്, വളരെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന വികാരങ്ങളുമാണ്. പക്ഷെ പുള്ളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ കുറച്ച് തീരുമാനങ്ങൾ തിരിച്ച് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലല്ല, ഈ ഒരു ടൂർണമെന്റിൽ തന്നെ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരു കോച്ച് എന്ന രീതിക്ക് ഒരു മത്സരത്തിന് വേണ്ട ബെസ്റ്റ് 11 ചൂസ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും എല്ലാ റെസ്പോൺസിബിലിറ്റിയും പുള്ളിയുടെ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തോൽവിക്ക് ശേഷം എവിടെയാണ് തന്റെ തീരുമാനങ്ങളിൽ ഒരു പോരായ്മ വന്നിട്ടുള്ളതെന്ന് കാറ്റല എത്രയും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിന് ശേഷം വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞതാണ്, ഇതൊരു കപ്പ് കോമ്പറ്റീഷൻ ആണ്, ഒരേ ഒരു മിസ്റ്റേക്ക് മതി നമ്മൾ പുറത്താവാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെസ്റ്റ് പ്ലേയേഴ്സ് ബെസ്റ്റ് പൊസിഷനിൽ കളിച്ച് ആ ഒരു ടീം സെറ്റ് ആവണമെന്ന്. നമ്മളിൽ ഓരോരുത്തരോടും കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റിയ ഒരു ബെസ്റ്റ് 11, നിലവിലെ പ്ലേയേഴ്സിനെ വെച്ച് ഒരു ബെസ്റ്റ് 11 ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ചോയ്സസ് ഉണ്ടാവും അല്ലേ. പക്ഷെ 99% ആൾക്കാരും
റൈറ്റ് ബാക്ക് പൊസിഷനിൽ സന്ദീപിനെ പ്രിഫർ ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഇന്ററാക്ട് ചെയ്യുമ്പോഴും ഒക്കെ അതിൽ നിന്നും കിട്ടുന്ന ഒരു പിക്ചർ ഞാൻ എന്തായാലും പ്രിഫർ ചെയ്യില്ല. നിങ്ങളും ഈ ഒരു മത്സരത്തിന് മുമ്പും വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരെ അവിടെ സന്ദീപിനെ പ്രിഫർ ചെയ്യുള്ളായിരുന്നു. ഇപ്പൊ ചിലർ പറയും എന്തുകൊണ്ടാണ് സന്ദീപിനെ മാത്രം ഒറ്റപ്പെടുത്തുന്നത്, ബാക്കി 10 പേര് പിച്ചിലുണ്ടല്ലോ, അവരും ഭയങ്കര മികച്ച പെർഫോമൻസ് ഒന്നും അല്ല നൽകിയിട്ടുള്ളത്, പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്ലെയറിനെ മാത്രം കുറ്റം പറയുന്നതെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരത്തിൽ, ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റിൽ ഇങ്ങനെ ഒരു ന്യൂമറിക്കൽ ഡിസഡ്വാൻറ്റേജ് വരുമ്പോൾ പ്ലേയേഴ്സിൽ സ്വിച്ച് ഓൺ ആവുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സർവൈവ് ചെയ്യണം. അല്ലെങ്കിൽ അവർ മനുഷ്യർ തന്നെയാണ്. നമ്മൾ ഈ ട്രോഫിക്ക് വേണ്ടി എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, ഫാൻസ് എത്രത്തോളം ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്ന്, ഇവിടെ നിന്ന് എത്ര ഫാൻസ് കളി കാണാൻ പോയി, അവരവിടെ സ്റ്റേഡിയത്തിൽ ഇത്രയും കേരളത്തിൽ നിന്ന് ഗോവ വരെ പോയി കളി കാണാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വന്ന ഫാൻസിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാ ഷോൾഡറിൽ ഏറ്റിക്കൊണ്ടാണ് ഇവർ കളിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മെന്റൽ പ്രഷർ അവരിലേക്കും, ഒരാൾ കുറവും കൂടി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെതായ വേറൊരു പ്രഷറും കൂടെ എല്ലാവരുടെ മുകളിലും വരും. പിക്കാസോന്റെ അടുത്തോ വാൻഗോഗിന്റെ അടുത്തോ അവരുടെ കയ്യിലെ വിരലുകൾ മുറിച്ച് കളഞ്ഞിട്ട് പെയിന്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. കാറ്റിലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൂർണമെന്റിലെ തോൽവി കൊണ്ട് അദ്ദേഹത്തിന്റെ ജോലിയൊന്നും തെറിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇപ്പൊ ISL കുറച്ച് മത്സരങ്ങളായി, കഴിഞ്ഞ കൊല്ലം സൂപ്പർ കപ്പ് കളിച്ചു, ഇക്കൊല്ലം സൂപ്പർ കപ്പ് കളിച്ചു. അതുകൊണ്ട് തന്നെ ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ബെസ്റ്റ് 11 ഏതാണെന്ന് ഫിഗർ ഔട്ട് ചെയ്യേണ്ട സമയം എന്തായാലും അതിക്രമിച്ചു. വേറെ ഓപ്ഷനുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ചില പൊസിഷനുകളിൽ മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കണം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ടൂർണമെന്റിലെ കാറ്റിലയുടെ ചില തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ കൈകൾ തന്നെ തമ്മിൽ കൂട്ടിക്കെട്ടുന്ന രീതിയിലായിരുന്നു. ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നമ്മൾ കാറ്റലനെ പറഞ്ഞു വിടണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പുള്ളിക്ക് വേണ്ട ഫോറിൻ സൈനിങ്സുകൾ ഈ ക്ലബിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി പുള്ളിക്ക് ഈ ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു സീസണാണ് മുന്നിൽ. ISL നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സൂപ്പർ കപ്പിൽ നിന്നുണ്ടായിരിക്കുന്ന ടേക്ക് അവേകൾ പുള്ളി മൊത്തത്തിൽ ഉൾക്കൊണ്ട് അത് അടുത്ത സീസണിലേക്ക് കൊണ്ടുപോകണം. ആ ഒരു കണ്ടിന്യൂറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില തീരുമാനങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ. കാരണം ഐ പേഴ്സണലി തിങ്ക് നമുക്ക് ഈ ഒരു ടൂർണമെന്റിന്റെ സെമിയിൽ കയറാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു, എല്ലാ പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് അത് സംഭവിക്കാത്തതിന്റെ 80% കാരണം സന്ദീപ് ആണെങ്കിൽ 20% റെസ്പോൺസിബിലിറ്റി എങ്കിലും ഹെഡ് കോച്ച് എന്ന രീതിയിൽ സന്ദീപിനെ അവിടെ കളിപ്പിച്ചതിന് കാറ്റല ഏറ്റെടുക്കണം. ഈ ടൂർണമെന്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം നോറ ഫെർണാണ്ടസിന്റെ പെർഫോമൻസ് തന്നെയാണ്. ഈ ക്ലബിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം എത്രത്തോളം നാൾ നോറ ബെഞ്ചിലിരിക്കേണ്ടി വന്നു. കഴിഞ്ഞ സീസണിലും നമുക്കറിയാം പല സമയങ്ങളിലും സച്ചിന്റെ ഇഞ്ചുറി ആയിക്കോട്ടെ, സച്ചിനിൽ നിന്ന് വന്ന മിസ്റ്റേക്കുകൾ ആയിക്കോട്ടെ, അതിനുശേഷവും ക്ലബ്ബ് സോംകുമാറിനെ പ്രിഫർ ചെയ്യുന്ന, അത്രയും യങ് ആയ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറിനെ നോറേക്കാളും മുമ്പിൽ പ്രിഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരെ നമ്മൾ കണ്ടിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടൂർണമെന്റിൽ നോറ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വന്നിട്ട് അത്രയും നല്ലൊരു പെർഫോമൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ ആ ഒരു ISL സീസണിൽ ആ ഒരു ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ നമുക്ക് എത്രമാത്രം വീഴ്ചകൾ പറ്റിയിരുന്നു, അതുകൊണ്ട് എത്ര പോയിന്റ് നമുക്ക് നഷ്ടമായി, എത്ര മത്സരങ്ങൾ നമ്മൾ തോറ്റു. പക്ഷെ ഈ ഒരു ടൂർണമെന്റിൽ, ഈ സൂപ്പർ കപ്പിൽ ഒരു നിമിഷം പോലും നോറ നമ്മുടെ ഗോൾ വല കാത്തപ്പോൾ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ആദ്യത്തെ 2 മത്സരങ്ങളിലും 3-ാമത്തെ മത്സരത്തിൽ ആ ഓൺ ഗോൾ വരുന്നവരെയും നോറയുടെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇവൻ ഇന്നൊരു ഗോള് വഴങ്ങില്ല. അമ്മാതിരി ഫോമിലാണ് പുള്ളി കളിച്ചത്, അമ്മാതിരി കോൺഫിഡൻസ് ആണ് പുള്ളിയുടെ ഉള്ളത്. ബോൾ ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, ഈവൻ ആ ഒരു ഷോട്ട് സ്റ്റോപ്പിംഗ് മാത്രമല്ല, പണ്ട് എനിക്ക് തോന്നിയിരുന്നത് നോറ ഒരു ഗുഡ് ഷോട്ട് സ്റ്റോപ്പറാണ്. ഐസോളിലൊക്കെ ഞാൻ കളി കണ്ടിട്ടുള്ളപ്പോഴും നേരിട്ട് കണ്ടിട്ടുള്ളപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നോറയുടെ ഏറ്റവും ബെസ്റ്റ് എബിലിറ്റി ഷോട്ട് സ്റ്റോപ്പിംഗ് ആണ്. ബോൾ വരുമ്പോൾ അത് തടുത്തിടുക. പക്ഷെ ഇപ്പോൾ ഈ സൂപ്പർ കപ്പിൽ ഇവൻ നോറയുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാലും അതൊരിക്കലും മോശമല്ല. ബോൾ ഫീറ്റിൽ നിന്ന് കളിക്കാനാണെങ്കിലും ലോങ് ബോൾ കളിക്കാനാണെങ്കിലും എല്ലാത്തിലും നോറ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും ഈ 3 മത്സരത്തിലെ പെർഫോമൻസുകൾ നോക്കുകയാണെങ്കിൽ വേറെ ഒരു പ്ലെയറിനെയും ആ ഒരു പൊസിഷനിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത്രയും കോൺഫിഡൻസും കമ്പോഷറും ആ ഒരു കാംനെസ്സും ആണ് നോറ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു സൂപ്പർ കപ്പിൽ ആകെ മൊത്തം നിരാശയായിരുന്നെങ്കിലും ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണുമ്പോൾ അതിലൊരു പോസിറ്റീവ് ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഗോൾ കീപ്പർ എന്നുള്ള സിറ്റുവേഷനും ഭയങ്കര മോശമായിരുന്നു. നിങ്ങൾക്കറിയാം എത്രത്തോളം എററുകൾ വന്നു, വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഇപ്പം എന്തായാലും നോറ വന്നതിന് ശേഷം ആ ഒരു തലവേദന ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ പല തലവേദനയിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്പർ 1 പോയിന്റ്, അതിത്തിരി സാഡ് ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ്. ഈ ക്ലബിൽ ഒരു ട്രോഫി ഉയർത്താൻ എന്തുകൊണ്ടും അർഹനായ ഒരു പ്ലെയർ ഏഡ്രിയൻ ലൂണ, അദ്ദേഹത്തിന് വേണ്ടൊരു സിസ്റ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടൊരു ടീം
ബിൽഡ് ചെയ്യാൻ നമ്മൾ തുടർച്ചയായ വർഷങ്ങളിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ലൂണയെ കുറിച്ചുള്ള വളരെ വലിയ ഡിബേറ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ നടന്നു കഴിഞ്ഞു. അതിലേക്കൊന്നും നമുക്കിനി തിരിച്ചു പോകേണ്ട ആവശ്യമില്ല, കാരണം പുള്ളി തന്നെ എല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്. ഇങ്ങനൊരു പ്ലെയർ നമ്മുടെ ടീമിലുള്ളപ്പോൾ ആ പ്ലെയറിന് ചുറ്റും നമ്മളൊരു നല്ല ടീം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. പക്ഷെ ഏത് വർഷമാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്? ലൂണ ഈ ക്ലബിലേക്ക് വന്ന ആദ്യത്തെ സീസണിന് ശേഷം പിന്നെ ഏത് കൊല്ലമാണ് ലൂണയുടെ ബെസ്റ്റ് എബിലിറ്റി അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കാനുള്ള ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? ഇതൊരു ഡയറക്റ്റ് കമ്പാരിസൺ അല്ല, ഞാൻ എടുത്തു പറയുകയാണ്, ഇതൊരു ഡയറക്റ്റ് കമ്പാരിസണേ അല്ല. നിങ്ങൾ ഈ ഞാൻ പറയുന്ന സാധനം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുക്കരുത്. പക്ഷെ നിങ്ങൾ ലോക ഫുട്ബോൾ നോക്കിക്കോ, ഏറ്റവും കൂടുതൽ ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ നോക്കിക്കോ. മെസ്സി ബാർസലോണയിൽ കളിച്ചിരുന്നപ്പോൾ മെസ്സി ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ്, ഈ ലോകം കണ്ടിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ആണ്, അതൊക്കെ ഞാൻ അഗ്രി ചെയ്യുന്നു. പക്ഷേ മെസ്സി ബാർസലോണയിൽ കളിക്കുമ്പോൾ മെസ്സിക്ക് ചുറ്റും മെസ്സിയുടെ ബെസ്റ്റ് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബുസ്കറ്റ്സ് മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മെസ്സിയുടെ ചുറ്റും കളിച്ചിരുന്ന അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ആയിക്കോട്ടെ, മിഡ്ഫീൽഡ് പ്ലേയേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും മെസ്സിയെ നല്ലോണം കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്ലേയേഴ്സ് ആയിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ 40 വയസ്സിന് ശേഷവും പോർച്ചുഗലിന്റെ സെന്റർ ഫോർവേഡ് ആയിട്ട് കളിക്കുന്നുണ്ട്. റൊണാൾഡോയ്ക്ക് ചുറ്റും റൊണാൾഡോയിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലേയേഴ്സ് കളിക്കുന്നില്ലേ? നിങ്ങൾ നോക്കിക്കോ, റൊണാൾഡോയ്ക്കോ മെസ്സിക്കോ ബാർസലോണയിലോ പോർച്ചുഗലിലോ ട്രാക്ക് ബാക്ക് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അവർക്ക് ഡിഫൻസീവ് വർക്ക് റേറ്റ് എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഇല്ല. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് അവർ രണ്ടുപേരും കളിക്കുന്നത്. ഇപ്പൊ വന്ന് നിങ്ങൾ കമന്റ് ചെയ്യരുത് ലൂണേനെ ഞാൻ മെസ്സിയും റൊണാൾഡോ ആയിട്ട് കമ്പയർ ചെയ്യുന്നെന്ന്. ഇതിലെ പോയിന്റ് ഇത്ര മാത്രമാണ്. ഒരു പ്ലെയറിന്റെ ബെസ്റ്റ് എബിലിറ്റി പുറത്തു വന്നെങ്കിൽ അവർക്ക് അതിനുള്ള സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലാഷസ് ഓഫ് ബ്രില്യൻസ് മാത്രമേ നമ്മൾ കാണുള്ളൂ. ത്രൂ ഔട്ട് ഒരു ടൈറ്റിൽ വിന്നിംഗ് ടീമൊക്കെ ഉണ്ടാവണമെങ്കിൽ അവരുടെ ചുറ്റും അവരെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ബെസ്റ്റ് പ്ലെയേഴ്സ് തന്നെ ഉണ്ടാവണം. ടെക്നിക്കൽ ക്വാളിറ്റിയും ലീഡർഷിപ്പും എല്ലാം കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്ലബ്ബ് കണ്ടിരിക്കുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് പ്ലെയർ തന്നെയാണ് എഡ്രിയൻ ലൂണ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് തൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാനുള്ള ഒരു ടീം നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുമില്ല. നമുക്ക് മുമ്പ് കളിച്ചിരുന്ന ഹ്യൂം നമുക്കറിയാം, വേറൊരു ക്ലബ്ബിൽ പോയി ട്രോഫി നേടേണ്ട ഒരു അവസ്ഥ വന്നു. അതിനുശേഷം ആരൻ ഹ്യൂസ് നമ്മുടെ ലീഡർ കളിച്ചു, പുള്ളിക്ക് ഇവിടെ ഒരു ട്രോഫി നേക്കാൻ ആയില്ല. അങ്ങനെ എത്ര പ്ലേയേഴ്സ് പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് താരങ്ങളുണ്ട്. അവരെയൊക്കെ പോലെ തന്നെയുള്ള ഒരു വിധിയാണ് ലൂണയ്ക്കും. പക്ഷേ ലൂണേനെ സ്പെഷ്യൽ ആക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൂണയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലബ്ബ് വിടായിരുന്നു ഇതിനു മുമ്പേ. ഹ്യൂമിനൊക്കെ വന്ന ഓഫർ പോലെ ലൂണയ്ക്കും ഇഷ്ടംപോലെ ഓഫറുകൾ വന്നിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും വർഷം നമ്മുടെ ക്ലബിന്റെ കൂടെ നിന്നു. ആൻഡ് ആസ് എ ക്ലബ് ലൂണയുടെ കമ്മിറ്റ്മെന്റിനോടും ലൂണയുടെ ലോയൽറ്റിയോടും ലൂണയുടെ ക്വാളിറ്റിയോടും നമ്മൾ ജസ്റ്റിസ് പുലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് ആ സാഡ് റിയാലിറ്റി. കേരള ബ്ലാസ്റ്റേഴ്സിൽ ട്രോഫി ഉയർത്തുന്ന ഒരു ക്യാപ്റ്റനായി ലൂണയെ കാണാമെന്ന് പ്രതീക്ഷിച്ച എല്ലാവർക്കും ഇതൊരു വലിയ റിയാലിറ്റി ചെക്ക് തന്നെയായിരുന്നു. ഡെഫിനറ്റ്ലി ഇനിയിപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് തന്നെ നമുക്കറിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കത്തിക്കൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഇനി ISL എപ്പോൾ തുടങ്ങുമെന്ന് ഒരു ക്ലാരിറ്റി ഇല്ല. ഈ വർഷം എന്തായാലും ISL പ്രതീക്ഷിക്കേണ്ട. 2026 നടക്കുകയാണെങ്കിൽ നടക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് കണ്ടന്റ് ആണ് എന്നിൽ നിന്ന് കാണാൻ താല്പര്യമുള്ളതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. കാരണം ഈ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് നമ്മുടെ കണ്ടന്റ് ഫുള്ള്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സംഭവങ്ങൾ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അത് എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ 100% ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. പ്രീമിയർ ലീഗും അതും ഇതൊക്കെ എനിക്ക് കവർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഫുട്ബോൾ നിങ്ങൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്രീമിയർ ലീഗൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഐഡിയാസും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം എന്നുള്ള പ്രതീക്ഷയോടെ ദിസ് ഇസ് മീ സൈനിങ് ഓഫ്. യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.